ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട റോസ് മിൽക്ക് പുഡിങ്. അപ്പോൾ റോസ് മിൽക്ക് ഉണ്ടാക്കാനുള്ള എസൻസൊക്കെ ഞാൻ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോയും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കുള്ള റോസ് മിൽക്കിൻ്റെ പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പാല് കാച്ചിയെടുക്കാം. ഞാനപ്പോൾ ഇവിടെ 250 ml പാലാണ് എടുക്കുന്നത്, ഒരു ഗ്ലാസ്. ഈ പാല് തിളച്ച് വന്നത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം മധുരം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റാവാൻ വേണ്ടിയിട്ടുള്ള മെയിൻ സാധനമാണ് ചൈന ഗ്രാസ്. ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് 5 ഗ്രാമാണ്. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് കിട്ടുന്നത് 10 ഗ്രാമാണ്, 43 രൂപയ്ക്ക്. അപ്പോൾ അതിൻ്റെ നേർപകുതി അതാണ് 250 ml പാലിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, 5 ഗ്രാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ജലാറ്റിന് നല്ലോണം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് പാൽ ഒഴിച്ച് വെച്ചില്ലേ, അതേ പാത്രത്തിലോട്ട് ഈ ജലാറ്റിനും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു അരിപ്പയിൽ അരിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലോണം ആക്കി കൊടുത്താൽ കട്ടകളൊന്നും ഉണ്ടാവില്ല. ഇനി അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇനി ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള റോസ് മിൽക്കിൻ്റെ എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ലേശം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആ പാത്രത്തിൽ തന്നെ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുഡിങ് ചെയ്യാനുള്ള പാത്രം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പുഡിങ് നല്ലോണം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, ചൂടാറി കഴിഞ്ഞിട്ട്. 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അളവിൽ സെറ്റാവില്ല കേട്ടോ. ഈ അളവിൽ ഇത് സെറ്റായിട്ട് തനിയെ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരിക്കണം. ഫ്രിഡ്ജിൽ വെക്കണം തന്നെയില്ല, പുറത്ത് വെച്ചാലും മതി. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മിൽക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.